കാറ്റത്തെ കിളിക്കോട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷ് ചായയൊക്കെ എടുത്ത് നികേഷിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഡാഡാ വടയും കൂടി ഉണ്ട്, കഴിക്കാൻ പറയും. അങ്ങനെ നികേഷ് അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് ഭാസ്കരൻ അടുക്കളയിലേക്ക് വരുന്നത്. അടുക്കളയിൽ ചെന്ന് ചായയൊക്കെ എടുത്തു. പിന്നീട് വട എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് എന്തൊരു എണ്ണയാണ് എൻ്റെ പൊന്നു, ഇത്രയൊക്കെ എണ്ണ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇത് എവിടുന്നാ ഇവൻ വാങ്ങിച്ചത്? ഷോ എന്തൊരു എണ്ണയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വട എടുത്ത് കഴിക്കുന്നത്. ആ സമയത്താണ് നിധിയും സുധീഷും കൂടി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ ഹോസ്റ്റലൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലായിരുന്നു നിധിക്ക്. സുധീഷ് പറഞ്ഞു, ഹോസ്റ്റൽ കിട്ടുന്നവിടം വരെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ നിൽക്ക്. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാകുന്നിടം വരെ എവിടെയെങ്കിലും നിന്നല്ലേ മതിയാവൂ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നിധിയോട് സുധീഷ് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഹോസ്റ്റൽ നോക്കാൻ പോയ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ആരോടും പറയണ്ട. അതെന്താ? അല്ല, സുഭാഷിന് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലെന്ന് നമ്മുടെ കല്യാണ കഥയൊക്കെ സുഭാഷ് ഏട്ടന് മാത്രമല്ലേ അറിയുള്ളൂ. പക്ഷേ നികേഷും ഹരീഷൊക്കെ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് അവരെ കൂടി ഈ കാര്യം അറിയിക്കേണ്ട. അവർക്ക് ചിലപ്പോൾ ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്താണ് ഹരീഷ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇപ്പോൾ എങ്ങോട്ടേക്കായി പോകുന്നത്? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയാണ്. അതെന്താ? അല്ല, ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല. കടയിൽ കുറേയധികം തിരക്കുണ്ട്, കുറേ വണ്ടി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ തന്നെ ചെന്ന് ചെയ്യണം. പിന്നെ ചിക്കനോ മറ്റോ വേണമെങ്കിൽ ഇവനെ അങ്ങോട്ടേക്ക് വിട്ടാൽ മതി, ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കാമെന്നും പറയാണ്. ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്തായിരിക്കും സുധീഷും നിധിയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വീടിൻ്റെ മുന്നിലായി വന്ന് നിൽക്കുന്നത്. ഒരു നിമിഷം രണ്ടുപേരും ഒന്ന് ഞെട്ടിപ്പോയി. രണ്ടുപേർക്കും എന്താണെന്നൊന്നും മനസ്സിലായില്ല. നിധിയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ പോലീസുകാരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിറങ്ങി. ആ സമയത്ത് ഗംഗാധരനും ഉണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ ഗംഗാധരൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഗംഗാധരനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഗംഗാധരൻ പോലീസിനോട് പറഞ്ഞു, വാ സാറന്മാരെ, ഇതാണ് വീട് എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചങ്ങോട്ടേക്ക് വരുത്തുകയാണ്. ആ സമയം പോലീസുകാർ വന്ന് സുധീഷിനോട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ് സുധീഷ്. എന്നാൽ പിന്നെ വിളിക്കാൻ പറയുന്ന സമയത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുമായിരിക്കട്ടെ സുധീഷ്. ആ സമയത്താണ് ഭാസ്കരൻ അകത്തു നിന്നും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഭാസ്കരനും നികേഷും സുഭാഷും ഒക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷിന് കാര്യം മനസ്സിലായി. രാവിലത്തെ വഴക്കിൻ്റേതായിരിക്കും. അപ്പോൾ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് തൻ്റെ വല്യച്ഛൻ. അന്നേരം അതിനെക്കുറിച്ച് ചോദിക്കാനും മിക്കവാറും അച്ഛനെ പിടിച്ചുകൊണ്ട് പോവാനുമായിരിക്കും പോലീസ് വന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ഭാസ്കരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഭാസ്കരൻ? അതെ സർ, എന്താ കാര്യം? അതെ, ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്കെതിരെ. നിങ്ങൾ ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ ഒന്ന് ചിരിച്ചു. എൻ്റെ സാറേ, ഇതാരാണെന്നറിയാമോ? എൻ്റെ ചേട്ടനാ. ഇങ്ങനെ ഞാൻ കൊല്ലാൻ ശ്രമിക്കോ? നല്ല കഥയായി. ഇത് കേട്ട് ഗംഗാധരൻ പറഞ്ഞു, ആരാടാ നിന്റെ ചേട്ടൻ? ആരാടാന്ന് ഗംഗാധരൻ ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. പിന്നെ ചേട്ടനാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ അങ്ങനെ അനുജനായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ സാറേ. പിന്നെ വേറൊരു കാര്യം, ഇങ്ങേരുടെ കയ്യിലിരിപ്പ് വെച്ചാൽ ഇങ്ങനെ തല്ലുക മാത്രമല്ല, കൊന്നു കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണെന്ന് പറയാം. ഗംഗാധരൻ പെട്ടെന്ന് തന്നെ പോലീസുകാരോട് പറഞ്ഞു, കണ്ടില്ലേ സാറേ, സാർ നിൽക്കുമ്പോൾ സാറിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് സാർ കേട്ടില്ലേ? ഇവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ദേ ഇപ്പോഴും ഇത് കേസിൽ കിടക്കുന്ന വീടാണ്. ഈ വീട്ടിലാണ് ഇവൻ്റെ ആഭാസം എന്ന് പറയും. ആ സമയത്തന്നെ സുധീഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ ഇവരുടെ പ്രശ്നം? പതിവ് പോലെ തന്നെ പന്തലിട്ടതിനെ ചൊല്ലി രാവിലെ വന്ന് പ്രശ്നമുണ്ടാക്കി. അച്ഛൻ പിടിച്ചൊരു തള്ളും കൊടുത്തു. അതിൻ്റെ പേരില്ല ഇപ്പോൾ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. തലയൊക്കെ പൊട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. ഓ, അപ്പോൾ അതാണല്ലേ. നിധിക്ക് ഇതെല്ലാം കണ്ടിട്ട് ആകെ ഭയമാവുന്നു. കാരണം നിധി ഇങ്ങനെയൊന്നും ഒരു സീനൊന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ആ വീട്ടിലുള്ളവർക്ക് അതൊന്നും ഒരു പുത്തിരിയായിട്ടുള്ള കാര്യമായിരുന്നില്ല. അവർ സ്ഥിരം കാണുന്ന കാര്യങ്ങളായതൊക്കെ. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നവുമല്ലായിരുന്നു. അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറഞ്ഞു, എടോ താൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, SIക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതെന്താ സാറേ? ഏത് വണ്ടിയിൽ വരണമെന്ന് പറഞ്ഞാൽ മതി. അല്ല ഓട്ടോയിൽ കയറിയിട്ടാണോ അതോ ഞാൻ ജീപ്പിൽ തന്നെ കയറണോ? ജീപ്പിൽ പോയി കയറടോ. ആ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, ഇവനെ വെറുതെ വിടല്ലേ സാറേ, ഇവനെ നേരെ ജയിലിലേക്ക് വിടണം. പിന്നെ ജയിലിലേക്ക് വിട്ടാലും നാളെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങ് പുറത്തേക്ക് വരില്ലേ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് സുഭാഷിനോടും പറഞ്ഞു, എന്നാൽ ശരി മക്കളെ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആ ഒരു ലാഘവത്തോടു കൂടി ഭയങ്കര അന്തസ്സായിട്ട് തന്നെയായിരിക്കട്ടെ ഭാസ്കരൻ നേരെ ജീപ്പിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ ജീപ്പ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിധി വല്ലാതെ വിഷമിച്ചു പോയി. നിധി അവരെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, സുഭാഷിനെയും സുധീഷിനെയൊക്കെ. പക്ഷേ അവരുടെ ഒന്നും മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവർ നേരെ യാതൊരു കൂസലുമില്ലാതെ അകത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ നിധി വിളിച്ചു, അല്ല നിങ്ങളെല്ലാവരും എന്താ അകത്തേക്ക് കയറി പോകുന്നത്? സുഭാഷ് ചോദിച്ചു. പിന്നെ എന്ത് ചെയ്യണം ഞങ്ങൾ?
അല്ല, അച്ഛനല്ലേ പോലീസുകാർ കൊണ്ടുപോയിരിക്കുന്നത്, അപ്പോൾ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കേണ്ടേ? ഓ, അതാണോ കാര്യം? അത് ചോദ്യം ചെയ്തിട്ടിങ്ങ് വിട്ടോളും. അത് ചേട്ടനും അനുജനും തമ്മിലുള്ള പ്രശ്നമാ, അത് പിന്നെ അങ്ങ് തീർന്നോളും എന്നും പറയാണവര്. അതിനകത്ത് നമ്മൾ ഏതായാലും തലയിടൊന്നും വേണ്ട, ഇത് അവരായിട്ട് തന്നെ തീർത്തോളും. ഇവരുടെ വാക്ക് കേട്ട് നിധിക്കൊന്നും തന്നെ മനസ്സിലായില്ല. എന്താ ഏതാ എന്നൊന്നും മനസ്സിലാവാതെ നിൽക്കുമായിരിക്കും നിധി. ഇങ്ങനെയൊക്കെയാണോ സാധാരണ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോലീസ് പിടിച്ചു കൊണ്ടുപോയാൽ എല്ലാവരും നല്ല ടെൻഷനായിരിക്കും. പക്ഷേ ആ ടെൻഷനും കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ആരുടെയും മുഖത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിധിക്കുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കാണ്. ആ സമയത്ത് സുധീഷിനോട് സുഭാഷ് പറഞ്ഞു, എടാ പോയിട്ട് നിധിയും കൂടി ആഹാരം കഴിക്കാൻ വിളിക്കാൻ പറയാണ്. അങ്ങനെ നിധിയെ ആഹാരം കഴിക്കാൻ വിളിച്ചു കൊണ്ടുവരും. നിധി വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കൂടെ തറയിലിരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിധി പിന്നീട് അവരുടെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, നിധി വാ, ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, അല്ലേട്ടാ ഒരു പുതിയ പ്ലേറ്റ് വാങ്ങിച്ചില്ലേ നിധി ചേച്ചിക്ക് വേണ്ടിയിട്ട്, അതെടുത്തു കൊണ്ടുവരാൻ പറയും. ആ കാര്യം ഞാൻ അങ്ങോട്ടേക്ക് മറന്നു. അതും പറഞ്ഞ് സുഭാഷ് ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ പോയിട്ട് ഒരു പുതിയ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കഴിക്കുന്നത് പഴയ പ്ലേറ്റിലാകത്താകണല്ലോ. പുതുതായിട്ട് വന്ന് കയറിയ പെണ്ണിന് എങ്ങനെയാ പഴയ പ്ലേറ്റിൽ കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അവരൊരു പുതിയ പ്ലേറ്റ് വാങ്ങിച്ചത്. അങ്ങനെ ആ ഒരു പുതിയ പ്ലേറ്റിനകത്തേക്ക് ചോറും കറിയൊക്കെ വിളമ്പി നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പക്ഷേ നിധി അന്നേരവും ഭക്ഷണമൊന്നും കഴിക്കാതെയിരുന്നു. അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, ചോറും കറിയൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അതാണോ? അല്ലാന്ന് നിധി പറയുന്ന സമയത്തിന് പിന്നെന്താ കഴിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിധി ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എല്ലാവരും കഴിക്കുന്നുണ്ട്. അവരുടെയൊന്നും മുഖത്ത് യാതൊരുവിധ കൂസലുമില്ല. നിധി പറയുന്നുണ്ട്, അല്ല അത് പിന്നെ അച്ഛനോ? അന്നേരം അവർ പറയുന്നുണ്ട്, അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതല്ലേ, അപ്പോൾ അച്ഛൻ വരുമായിരിക്കുമോ അതോ ഇല്ലയോ? നിങ്ങളാരും അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കാനൊന്നും പോകുന്നില്ലേ? അന്നേരം ആരുടെയും മുഖത്ത് ഒരു സങ്കടവും കാണാത്തത് കൊണ്ടാണ് നിധി അത് ചോദിച്ചത്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവരുടെ ഒന്നും മുഖത്ത് ടെൻഷൻ കാണാത്തത് കൊണ്ട് തന്നെയാണ് നിധി ടെൻഷനോട് കൂടി തന്നെ ആ ഒരു ചോദ്യം ചോദിച്ചത്. ഓ, അതാണോ കാര്യമെന്ന് സുധീഷ് ചോദിച്ചു. അതത്ര കാര്യമായിട്ട് എടുക്കേണ്ടതൊന്നും ഇല്ല നിധി. അച്ഛൻ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളും. രാവിലെ വരുമെന്നോ? അതെങ്ങനെ? അല്ല, പോലീസുകാർ അങ്ങനെയൊക്കെ വിടുമോ? എനിക്ക് സംശയമാണ്. കാരണം വീട്ടിൽ നിന്ന് ഒരാളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. ആഹാരം കഴിക്കാൻ പോലും തോന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ടാണ് നിധിക്ക് സംശയം വന്നതും. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, അതെ, ചേട്ടൻ അനിയന്മാർ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് അവിടെ ചെല്ലുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലായിക്കോളും. പിന്നെ അത് ഈ വീടിനെ ചൊല്ലിയുള്ള പ്രശ്നമാണെന്ന് പറയാം. പെട്ടെന്ന് തന്നെ നിധി ചോദിച്ചു, വീടിനെ ചൊല്ലിയോ? എന്ത് ചെയ്യാനാന്ന് പറ. എൻ്റെ അച്ഛന് കുറേയധികം സ്വത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ അത് വിഹിതം വെച്ച് കൊടുക്കാനായിട്ടൊന്നും പറ്റില്ല. അതിനു മുൻപേ തന്നെ അച്ഛൻ അങ്ങ് മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഇതെൻ്റേതാണ് അതെൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആകെ പ്രശ്നമായി. ഒടുവിൽ ഈ വീടിരുന്ന സ്ഥലം വേണമെന്ന് പറഞ്ഞ് വല്യച്ഛൻ അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ആ സമയം തന്നെ സുഭാഷ് സുധീഷിനെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. സുഭാഷ് ചില കാര്യങ്ങളൊക്കെ പറയാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് സുധീഷ് ചാടിക്കേറി ഇങ്ങനെ പറയുന്നത്. പിന്നെ സുഭാഷ് ഒന്നും തന്നെ മിണ്ടിയില്ല. സുധീഷിന് കുറേ സമയം നോക്കി. ആ സമയത്ത് ഹരീഷ് ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുകയായിരുന്നു. സുഭാഷ് പറയുന്നുണ്ട്, എടാ നീ കുറച്ചല്ലേ കഴിച്ചോളൂ, കുറച്ചുകൂടെ കഴിക്കാൻ പറയണേ. ഏയ് വേണ്ടേട്ടാ, എനിക്കിത് മതിയെന്നും പറഞ്ഞു. ആ സമയം നിധിയാണെങ്കിൽ പതുക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇത്തിരിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ കാഴ്ച കണ്ടപ്പോൾ സുഭാഷിന് നല്ല ടെൻഷനായി. സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നീ കുറച്ചല്ലേ കഴിച്ചോളൂ? അത് ഞാൻ വീട്ടിലാണെങ്കിൽ ഇത്തിരിയേ കഴിക്കാറുള്ളൂ. വൈകുന്നേരം നിന്റെ വീട്ടിൽ ചോറ് തന്നെയാണോ അതോ ഇനി വല്ല ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമാണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് ചോദിക്കും. അത് കേട്ടതോടുകൂടി തന്നെ സുധീഷ് ചാടിക്കേറി പറഞ്ഞു, ഓ, അവരുടെ വീട്ടിൽ വൈകുന്നേരം ചോറൊന്നുമല്ല, ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് പറയും. അതൊക്കെ ആയിരിക്കുമെന്ന് അവർ കഴിക്കുന്നത്. അവരെല്ലാം ഡയറ്റിങ്ങിൻ്റെ ആളല്ലേ, ഇത്രയൊന്നും കഴിക്കില്ല എന്നും പറയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നിധി രൂക്ഷമായിട്ട് സുധീഷിനെ ഒന്ന് നോക്കി. താൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന രീതിയിൽ സുധീഷ് ഒന്നും തന്നെ മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിച്ചു. ആ സമയം സുഭാഷ് പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ചോറാ. രാവിലെ ചിലപ്പോൾ ദോശ ഇഡ്ഡലി എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. സമയം കിട്ടുന്നത് പോലെ പണിക്കും പോവണമല്ലോ. പിന്നെ വൈകുന്നേരം എന്താണെങ്കിലും നിർബന്ധമായിട്ടും ചോറായിരിക്കും. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് മടുത്തു വരുമല്ലേ, അപ്പോൾ നല്ല വിശപ്പ് കാണും. അതുകൊണ്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. സാരമില്ല, നാളെ മുതൽ ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് തന്നെ നിധിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയാണ് സുധീഷ്. അന്നേരം നിധി പറയുന്നത്, അയ്യോ അതൊന്നും വേണ്ടേട്ടാ.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിതാ ഇഷ്ടം, ഞാനിത് കഴിച്ചോളാം എന്നും പറയും. നിധിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സുഭാഷിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിൽ. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധീഷും നിധിയും കൂടെ സുഭാഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. സുഭാഷ് നിധിയോട് പറഞ്ഞു, അല്ല സുധീഷിനോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റൽ അന്വേഷിച്ചിട്ട് ഹോസ്റ്റലൊന്നും കിട്ടിയില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല, ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്റ്റലൊന്നും കിട്ടിയില്ല എന്ന് പറയാണ് നിധി. മോൾ അതിൽ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിധിയെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് സുധീഷ്. ആ സമയത്ത് നിധി ഒരു കാര്യം ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? ഉപകാരമോ? എന്താ മോളെ, എന്താ വേണ്ടതെന്ന് ചോദിക്കാണ് സുഭാഷ്. അത് പിന്നെ ഹോസ്റ്റലൊന്നും കിട്ടിയില്ലല്ലോ, അപ്പോൾ എവിടെയെങ്കിലും എനിക്കൊരു വാടക റൂം എടുത്തു തരാമോ എന്ന് ചോദിക്കാണ്. വാടകയ്ക്കോ? അതെങ്ങനെ? അതെ ചേട്ടാ, എനിക്ക് വാടകയ്ക്ക് ഒരു റൂം എടുത്ത് തന്നാൽ മതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ, അങ്ങനെ റൂം എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തനിച്ച് താമസിക്കേണ്ടേ? അതൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ്. ബാച്ചിലേഴ്സൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം കാണും, പക്ഷേ ഒറ്റയാൾ താമസിക്കുന്ന ഒരിടം എന്ന് പറയുമ്പോൾ അതത്ര സേഫ് ആയിട്ടായിരിക്കണം. അല്ലാതെ വെറുതെ ഒരിടത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് നിധിക്ക് വേണ്ടിയിട്ട് എടുത്തു തരാം. നിധി ടെൻഷൻ അടിക്കാതിരിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതുവരെ നിധി എന്ത് ചെയ്യും? നിധി ഇവിടെ തന്നെ നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. നിധി ഒന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ശരി, അതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയും. അത് കേട്ടപ്പോൾ സുഭാഷിന് ഒരുപാട് സമാധാനമായി. പിന്നീട് നിധിയോട് പറഞ്ഞു, സമയം ഇത്രയായില്ലേ നിധി, നിധി പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയും. അങ്ങനെ നിധി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് സുഭാഷിനോട് പറഞ്ഞു, എൻ്റെ ചേട്ടാ, ദൈവത്തെ ഓർത്ത് റൂം ഒന്നും എടുത്തു കൊടുക്കരുത്. അതെന്താടാ? ദൈവം ഇപ്പോൾ എൻ്റെ കൂടെയാണ് അറിയാമോ, അതുകൊണ്ട് ഹോസ്റ്റൽ പോയിട്ടും അവൾക്ക് റൂമൊന്നും കിട്ടാത്തത്. ആധാർ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിലൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് അവളെ സ്നേഹിക്കാനായിട്ടൊരവസരം കിട്ടുന്നത്. എന്ത് സ്നേഹിക്കാനോ? അതേനേ, ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്താണെങ്കിൽ ഞങ്ങളുടെ പ്രേമം എങ്ങനെയാ മുട്ടിടുന്നത്? എനിക്ക് അവളോട് പ്രേമമുണ്ടെന്ന കാര്യം ചേട്ടൻ അറിയാമല്ലോ. അവൾക്ക് എന്നോട് സ്നേഹം തോന്നണമെങ്കിൽ അവൾ ഇവിടെ തന്നെ വേണം, എൻ്റെ അടുത്ത്. അവൾ ഹോസ്റ്റലിലേക്ക് പോയാൽ പിന്നെ എങ്ങനെയാണ് എല്ലാം ശരിയാവുന്നത്? എടാ, നിന്നെ ഇത്രയും നാളും നീ കാണിച്ച ഫ്രോഡ് തരങ്ങളൊക്കെ ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. ഇനി ആ കൊച്ചിൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഞാൻ അത് വെച്ച് തരില്ല. അതും പറഞ്ഞിട്ട് സുഭാഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് കയറി പോവാണ്. ഈ ചേട്ടൻ്റെ ഒരു കാര്യം, ചേട്ടൻ റൂം എടുത്തു കൊടുത്താൽ പിന്നെ തീർന്നു. തനിക്ക് അവളെ ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. പിന്നീട് അങ്ങനെ നിധി മുറിയിലേക്ക് വരികയാണ്. അങ്ങനെ മുറിയിലേക്ക് വന്ന് കഥ കടക്കുമ്പോൾ ലോക്കില്ല എന്ന് ഓർത്തുകൊണ്ട് തന്നെ കുറേ അധികം സാധനങ്ങളും കസേരകളും ബാഗൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ ഏകദേശം ലോക്ക് പോലെയാക്കി വെച്ചു. നിധിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു. നിധി ഓർത്തു, ഇനി അവരോട് പറഞ്ഞാലോ റൂമിന് ലോക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ നിധി നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുഭാഷിനെ വിളിക്കാണ്. കാരണം സുഭാഷാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിധിക്കറിയാം. സുഭാഷിനെ വിളിച്ചുകൊണ്ട് തന്നെ നിധി പറയുന്നുണ്ട്, ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, അതെ, ഈ മുറിക്ക് ലോക്കില്ല എന്ന് പറയും. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് പറഞ്ഞു, അയ്യോ ഞാൻ ഇന്നും മറന്നുപോയി. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, അതിനെന്താ, നാളെ ആവട്ടെ, നാളെ ഞാൻ ആശാരിയെ വിളിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറയാണ്. ലോക്ക് പിടിപ്പിക്കാമെന്ന് പറയും, നാളെ തന്നെ ലോക്ക് പിടിപ്പിക്കാമെന്നും പറയും. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു സുഭാഷ് അവിടെ നിന്ന് പോയി. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞിട്ട് ഒരു ചുറ്റികയും കുറച്ച് സാധനങ്ങളൊക്കെ ആയി വന്നു. അതിനുശേഷം തൽക്കാലികത്തേക്ക് ആ ഡോറിന് ഒരു ലോക്ക് അങ്ങ് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് നിധിയോട് ചോദിച്ചു, നോക്കുമോളെ ഇത് മതിയോ എന്ന് ചോദിക്കും. മതി ചേട്ടാ എന്ന് പറയാണ് നിധി. വിജാഗിരിയും സാധനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ച് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ലോക്ക് തൽക്കാലികത്തേക്ക് അങ്ങ് ഒപ്പിച്ചു കൊടുത്തുകയാണ്. ഇതെല്ലാം കണ്ട സമയത്തിന് നിധിക്ക് ഒരുപാടധികം സന്തോഷവും സമാധാനവുമായി. അങ്ങനെ സുഭാഷ് പറയുന്നത്, ഇനി മോള് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയും. അങ്ങനെ നിധി കഥ കടച്ചുകൊണ്ട് തന്നെ ഒരു സമാധാനത്തോടെ അന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. ഇത്രയും ദിവസം നിധിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പരിചയമില്ലാത്തൊരു വീട്, കുറച്ച് ആണുങ്ങൾ മാത്രമുള്ളൊരു വീട്, ആരെങ്കിലും കഥ എങ്ങാനും തള്ളി തുറന്ന് അകത്തേക്ക് വന്നാലോ എന്നോർത്തിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് രാത്രി ശരിക്കും ഉറങ്ങാൻ പോലും പറ്റാതെ കിടന്നിരുന്നത്. പക്ഷേ ഇന്നെങ്കിലും അവൾക്ക് സമാധാനത്തോടെ കിടന്നിറങ്ങാമെന്ന ചിന്തയായിരുന്നു. അതിനെല്ലാം ശേഷം സുധീഷും സുഭാഷും കൂടി കിടക്കാനായിട്ട് ചെല്ലുകയാണ്. ആ സമയത്തന്നെ നികേഷും ഹരീഷും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സുധീഷ് ഉറങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, ഇതെന്താ വീണ്ടും ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത്? ചേട്ടൻ അവിടെ പോയി ചേട്ടത്തിയമ്മയുടെ അടുത്തേ പോയി കിടക്കാൻ നോക്ക്. എന്തിനെന്ന് ചോദിക്കുന്ന സമയത്തിന്, ആഹാ, കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഭാര്യയുടെ അടുത്തല്ലേ കിടക്കുന്നത്, അല്ലാതെ പിന്നെ ഞങ്ങളുടെ അടുത്താണോ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കും. ഏയ്, ഞാൻ എവിടെയൊക്കെ കിടക്കുന്നുള്ളൂ, ഇതെന്ത് പരിപാടിയാ? അല്ല സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹരീഷ് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്, അതല്ലേ അവൻ ഇങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് വരുന്നത്. ആ സമയത്തന്നെ സുഭാഷ് ഇത് കേട്ട് ഒന്നും തന്നെ മിണ്ടിയില്ല. സുഭാഷ് ഏട്ടാ, സത്യം പറയാ, എന്ത് പറ്റി സുധീഷേട്ടനെ? സുധീഷേട്ടൻ എന്താ ആ മുറിയിൽ പോയി കിടക്കാത്തത് എന്ന് ചോദിക്കും.
ഇവരുടെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ സുധീഷ് ആകെ പെട്ടിരിക്കുകയാണ്. എന്താ മറുപടി പറയേണ്ടതെന്നൊന്നും അറിയില്ല. ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. പിന്നീട് സുധീഷ് പറഞ്ഞു, എടാ അതെന്തെന്ന് വെച്ചാലുണ്ടല്ലോ, സുഭാഷേട്ടൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. സുഭാഷേട്ടൻ നിൽക്കുന്ന സമയത്തല്ലേ ഞാൻ നിധിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് ശരിയാണോ? അപ്പം തന്നെ ഞാൻ വിചാരിച്ചു സുഭാഷേട്ടനൊരു ജീവിതമുണ്ടായതിനു ശേഷം മാത്രമേ ഞാനും നിധിയുടെ കൂടെ ഒരുമിച്ച് കിടക്കുന്നുള്ളൂ എന്ന്, ഞങ്ങൾ തമ്മിലൊരു ജീവിതം ആരംഭിക്കുന്നുള്ളൂ എന്ന്. സത്യമാണോ ചേട്ടാ ചേട്ടൻ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, പിന്നെ ഞാനെന്തിനാ കള്ളം പറയുന്നത്? സുഭാഷ് അന്നേരം രൂക്ഷമായിട്ട് തന്നെ സുധീഷിനെ ഒന്ന് നോക്കി. എന്നിട്ട് എല്ലാവരോടും കിടന്നുറങ്ങാൻ പറയാണ്. ഹരീഷ് പറഞ്ഞു, ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടടാ നികേഷേ, വേറെ എന്തോ ഒരു കാര്യമുണ്ട്. സുധീഷ് പറഞ്ഞു, വേറെ എന്ത് കാര്യം? വേറൊരു കാര്യമില്ല, ഞാനുള്ള സത്യം തന്നെയാ പറഞ്ഞത്. സുഭാഷേട്ടനൊരു ജീവിതം ഉണ്ടാവട്ടെ, അതിനുശേഷം മതി ഞാനും നിധിയും തമ്മിലുള്ള വിവാഹ ജീവിതം. ദേ സുഭാഷേട്ടൻ്റെ കയ്യിൽ അടിച്ച് സത്യം ചെയ്തു കൊടുത്തിരിക്കുന്ന കാര്യമാ. ഇവരുടെ സംസാരം കേട്ട് സുഭാഷിന്റെ ദേഷ്യം വന്നിട്ട് ഒന്ന് കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കും. ഒടുവിൽ സുധീഷ് ഒന്നും മിണ്ടാതെ അവിടെ കിടന്നു. നികേഷ് വീണ്ടും ആലോചിക്കുകയാണ്, ഈ പറഞ്ഞതിൽ എന്തോ ഒരു കള്ളത്തരമില്ലേ എന്ന്. പക്ഷേ കിടന്നു കഴിഞ്ഞിട്ട് സുഭാഷിന്റെ മനസ്സിലേക്ക് നിധി പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു റൂം എവിടെയെങ്കിലും എടുത്തു തരണം ചേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് മാറിക്കൊള്ളാമെന്ന്. അതുപോലെ തന്നെ സുധീഷ് പറഞ്ഞ കാര്യം, ചേട്ടാ അവൾ ഇവിടെ നിന്നാൽ മാത്രമേ ഞാനും അവളും തമ്മിൽ ലവ് ഉണ്ടാവുകയുള്ളൂ. അറിയാലോ, ചേട്ടൻ തന്നെ പറയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ മുറിയിൽ തന്നെ ഉറങ്ങിക്കൊള്ളാൻ. അതുപോലെ ഒരു ദിവസം വരണമെങ്കിൽ അവൾ ഇവിടെ ഉണ്ടാവണം. അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ദേ എൻ്റെ ജീവിതം അങ്ങ് തകർന്നു പോവും. അങ്ങനെ സുധീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കായിരിക്കും സുഭാഷ്. ഇവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലായി പോയിരുന്നു സുഭാഷ്. നിധിയോടൊപ്പം നിൽക്കണോ അതോ തൻ്റെ അനിയൻ സുധീഷിനോടൊപ്പം നിൽക്കണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുഭാഷ് ആകെ ടെൻഷനിലായിരിക്കും. നിധിക്ക് റൂം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഭാഷിന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു പോവും. ഇതെല്ലാം ചിന്തിച്ച് ആകപ്പാടെ വല്ലാത്തൊരു ഉഴച്ചിലായിരുന്നു സുഭാഷിന്റെ മനസ്സിൽ. സുഭാഷിന്റെ മനസ്സ് വല്ലാത്തൊരു പുകിലിലായിരുന്നു. ഒരു വശത്ത് സ്വന്തം അനിയന്റെ മോഹങ്ങൾ, മറുവശത്ത് ഒരഭയമില്ലാത്ത തന്റെ വീട്ടിലെത്തിയ ഒരു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം. രാത്രിയുടെ നിശബ്ദതയിൽ ജനാലകൾക്കരികിൽ ചാരി നിൽക്കുമ്പോൾ സുഭാഷിന്റെ ഉള്ളിൽ ആദിയായിരുന്നു. സുധീഷ് പറഞ്ഞത് വെറും ഒരു തമാശയായി തള്ളിക്കളയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിധിക്ക് തനിച്ചൊരു വാടക വീട് എടുത്തു കൊടുക്കുന്നത് ഇപ്പോൾ എത്രത്തോളം പ്രായോഗികമാണ്? പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കെ തന്നെ അയാൾ ഒരു തീരുമാനമെടുത്തു. നിധിയെ ഇനി പറഞ്ഞു വിടുന്നില്ല. പക്ഷേ സുധീഷ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകാനും താൻ സമ്മതിക്കില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഭാസ്കരൻ സ്റ്റേഷനിൽ നിന്നും ഒരു ചിരിയോടുകൂടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. എടാ നിന്റെ വല്യച്ഛൻ കൊടുത്തിരിക്കുന്ന ആ പരാതിയില്ലേ, SIക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനിങ്ങ് ഊരിപ്പോന്നു എന്ന് പറഞ്ഞ് അയാൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു. ആ സമയത്താണ് സുഭാഷ് എല്ലാവരെയും വിളിച്ചിട്ടൊരു പ്രഖ്യാപനം നടത്തിയത്. നിധിക്ക് വേണ്ടി ഞാൻ റൂം അന്വേഷിക്കും, പക്ഷേ അത് കിട്ടുന്നതുവരെ അവൾ ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ സുധീഷേ, നിനക്ക് ചില നിബന്ധനകളുണ്ട്. നിധി ഇവിടെ അതിഥിയാണ്, അല്ലാതെ ഒരിക്കലും നിന്റെ ഭാര്യയല്ല. അവളെ നീ ഒന്നിനും നിർബന്ധിക്കാനോ ശല്യം ചെയ്യാനോ പാടില്ല. നിന്റെ ജോലി കഴിഞ്ഞാൽ നീ നേരെ ഇങ്ങോട്ടേക്ക് വരിക. അനാവശ്യമായി അവളുടെ മുറിയിലേക്ക് പോവരുത്. സുഭാഷിന്റെ ശബ്ദത്തിൽ കാർക്കശ്യം കേട്ട് സുധീഷ് ഒന്ന് വിരണ്ടു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നിധി മെല്ലെ ആ വീട്ടിലെ രീതികളുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിരുന്നു. സുഭാഷിന്റെ സംരക്ഷണവും കരുതലും അവളിൽ ഒരു പുതിയ ആത്മവിശ്വാസം നിറച്ചു. സുധീഷ് ഇടയ്ക്കിടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും സുഭാഷിന്റെ കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സുഭാഷ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിധി അടുക്കളയിൽ എന്തോ പരീക്ഷിക്കുന്നത് കണ്ടു. ചേട്ടാ, ഇന്നും ചോറല്ലേ? ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുഭാഷിന്റെ ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നു. ആ വീട്ടിലെ ആണുങ്ങൾക്കിടയിൽ ഒരു പെൺസാന്നിധ്യം വരുത്തിയ മാറ്റം അയാൾ തിരിച്ചറിയുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെ ഗംഗാധരൻ പുതിയൊരു കെണിയൊരുക്കി. നിധി ആ വീട്ടിൽ നിൽക്കുന്നത് അനാചാരമാണെന്നും സുധീഷ് അവളെ തട്ടിക്കൊണ്ടുവന്നതാണെന്നും കാട്ടി നാട്ടുകാരെ ഇളക്കാൻ അയാൾ ശ്രമിച്ചു. ഒരു വൈകുന്നേരം ഒരു കൂട്ടം ആളുമായി അയാൾ മുറ്റത്തേക്കെത്തി ബഹളം വെച്ചു. ഭാസ്കര, നിന്റെ മകൻ ഏതോ ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിപ്പിക്കുന്നുണ്ട്. ഈ നാടിനത് അപമാനമാണ്. ഒന്നുകിൽ അവളെ ഇവിടെ നിന്നും ഇറക്കി വിടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ വിവരം അറിയിക്കണം, ഗംഗാധരൻ ആക്രോശിച്ചു. നിധി പേടിച്ചു വിറച്ച് അകത്തേക്ക് പോയപ്പോൾ സുഭാഷ് ആൾക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് ചെന്നു. ഗംഗാധരൻ വലിച്ച, നിധി ഇവിടുത്തെ മകളായിട്ട് നിൽക്കുകയാണ്. അവളെ ഇവിടെ നിന്നും ഇറക്കിവിടാൻ ആർക്കും തന്നെ അധികാരമില്ല. നിയമപരമായി അവൾ ഇപ്പോൾ സുധീഷിന്റെ ഭാര്യയാണോ അല്ലയോ എന്നൊക്കെ ഞങ്ങളുടെ മാത്രം കുടുംബകാര്യമാണ്. അതിലിടപെടാൻ പുറത്തുള്ളവരേതായാലും ഇങ്ങോട്ടേക്ക് വരണ്ട, സുഭാഷ് ഉറപ്പിച്ചു പറഞ്ഞു. ആൾക്കൂട്ടം പിരിഞ്ഞുപോയെങ്കിലും നിധിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. താൻ കാരണം ആ വീട്ടുകാർ അപമാനം നേരിടുന്നു എന്ന ചിന്ത അവളെ തളർത്തി. രാത്രി സുഭാഷിനെ കണ്ടപ്പോൾ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ പൊയ്ക്കോളാം, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. പക്ഷേ സുഭാഷ് അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ എവരിടത്തേക്കും പോവണ്ട. ഈ വീട്ടിൽ നിനക്ക് സുരക്ഷിതമായി തന്നെ നിൽക്കാം. അത് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. നിധിയുടെ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് സുധീഷിനോടുള്ളതിനേക്കാൾ വലിയൊരു ആരാധനയും ബഹുമാനമായിരുന്നു സുഭാഷിനോട്. ഇത് സുധീഷിന്റെ മനസ്സിൽ ചെറിയൊരു അസൂയയുടെ കനൽ കോരിയിട്ടു.
സുഭാഷിൻ്റെ ഈ കരുതൽ സുധീഷിനെ ഇനി ശത്രുവാക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.